ഐക്യരാഷ്ട്രസഭയിൽ ഇസ്ലാമിക അജണ്ട നടപ്പാക്കാനുള്ള ഇസ്ലാമിക രാജ്യങ്ങളുടെ നിലപാടിനെ തുറന്നെതിർത്ത് ഇന്ത്യ. ഇസ്ലാമിനെതിരെയുള്ള ആക്രമണങ്ങളെ മാത്രം അപലപിക്കുന്ന നിലപാട് ഐക്യരാഷ്ട്രസഭയെ മതത്തിന്റെ പേരിൽ വിഭജിക്കുന്നതിനിടയാക്കുമെന്ന് ഇന്ത്യ വ്യക്തമാക്കി. മാർച്ച് 15 ഇസ്ലാമോഫോബിയയെ പ്രതിരോധിക്കാനുള്ള ദിനമായി അംഗീകരിക്കുന്ന UN പ്രമേയ ചർച്ചയിലാണ് ഇന്ത്യൻ പ്രതിനിധി TS തിരുമൂർത്തി ശക്തമായ നിലപാട് സ്വീകരിച്ചത്. ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ കൊണ്ടുവന്ന പ്രമേയം പാകിസ്ഥാൻ അംബാസിഡർ മുനീർ അക്രമാണ് അവതരിപ്പിച്ചത്. ഇസ്ലാമിക സ്വാധീനമുള്ള അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ഇന്തോനേഷ്യ തുടങ്ങി 24ഓളം രാജ്യങ്ങളാണ് പ്രമേയത്തിനായി രംഗത്തെത്തിയത്. ഇസ്ലാമിനെതിരെ അക്രമങ്ങൾ നടക്കുന്നതായും ഇത് തടയാൻ ഇസ്ലാമോഫോബിയ ദിനം ആചരിക്കണമെന്നായിരുന്നു പ്രമേയം. എന്നാൽ ലോകമെങ്ങും ഇസ്ലാമിക സ്റ്റേറ്റ്, അൽഖ്വയ്ദ തുടങ്ങിയ തീവ്രവാദ സംഘങ്ങൾ 10,000-കണക്കിന് അന്യമതസ്ഥരെ നിഷ്കരണം കൊലപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് UN ഇത്തരമൊരു പ്രമേയവുമായി ഇസ്ലാമിക രാജ്യങ്ങൾ എത്തിയതെന്ന വിരോധാഭാസമാണ് ഇന്ത്യ തുറന്നു കാണിച്ചത്. സിറിയയിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലും നൂറുകണക്കിന് ക്രൈസ്തവരെയാണ് ഇസ്ലാമിക തീവ്രവാദികൾ കൊലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ഹിന്ദുക്കളെയും സിഖുകാരെയും ബുദ്ധമതസ്ഥരെയും ഇസ്ലാമിക തീവ്രവാദികൾ നിഷ്കരണം കൊലപ്പെടുത്തുകയാണ്. ഇത്തരം മതപീഡനങ്ങൾ നടന്നുകൊണ്ടിരിക്കെ ഇസ്ലാമിന് മാത്രമായി ഒരു ദിനം നൽകുന്നത് വിവേചനപരമാണെന്ന UN-ൽ TS തിരുമൂർത്തി വ്യക്തമാക്കി. It is time that we acknowledge the prevalence of religiophobia rather than single out just one. It is in this context that we are concerned about elevating the phobia against one religion to the level of an international day, to the exclusion of all the others. Celebration of a religion is one thing, but to commemorate the combating of hatred against one religion is quite another. In fact, this resolution may well end up downplaying the seriousness of phobias against all other religions. മതത്തിന്റെ പേരിൽ നടക്കുന്ന എല്ലാത്തരം അക്രമങ്ങളെയും കണക്കിലെടുക്കണമെന്നും ഒരു മതത്തിന് മാത്രം പ്രത്യേക പരിഗണന നൽകുന്നത് ഐക്യരാഷ്ട്രസഭയെ മതത്തിന്റെ പേരിൽ ഭിന്നിപ്പിക്കുന്നതിനിടയാക്കുമെന്നും തിരുമൂർത്തി ചൂണ്ടിക്കാട്ടി. ഫ്രാൻസിന്റെയും യൂറോപ്യൻ യൂണിയന്റെയും പ്രതിനിധികളും ഇന്ത്യൻ നിലപാടിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്തു വന്നു. ഇതോടെ ആഗോളതലത്തിൽ ഇസ്ലാമിക രാജ്യങ്ങൾ സംഘടിതമായി നടപ്പാക്കുന്ന അജണ്ടകൾക്കെതിരെ UN-ൽ ശക്തമായ പ്രതിരോധമായി മാറുകയാണ് ഇന്ത്യൻ നിലപാട്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കീന ന്യൂസ്.